അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബത്തിനോട്, എന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് ധിക്കാരികൾ കടന്നു പോകുന്ന നരകത്തെ ഒന്ന് വിശദീകരിച്ചു തന്നു. എന്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് ധിക്കാരികൾ കടന്നു പോകുന്ന നരകത്തെ ഒന്ന് വിശദീകരിച്ചു തന്നു. നിസാരമാക്കുന്നവരെ പഠിക്കുക പെങ്ങളെ. നരകമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരടിയിൽ തീരുന്നതല്ല, ഒരു ചവിട്ടിൽ തീരുന്നതല്ല. പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിന്റെ അകത്തളത്തിട്ടിട്ട് കൂട്ടിട്ടുകൊണ്ട് 2 ചവിട്ട് തരുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല നരകം. അല്ലാഹുവേ, ഒരിക്കലും അവസാനിക്കാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നായി കത്തി 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 ശരീരമാകെ കത്തിക്കരിഞ്ഞു കിടക്കുന്ന നരകം. കരിഞ്ഞുപോയ ശരീരത്തെ വീണ്ടും ശരീരമാക്കി വീണ്ടും കരിയുന്നു. തലമറക്കാൻ പറയുമ്പോ മൊയിലാരെ കളിയാക്കുന്ന പെങ്ങളെ, നല്ല വസ്ത്രം ധരിക്കാൻ പറയുമ്പോ ഇമാമിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പെങ്ങളെ, മൗലാക്കന്മാര് പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസംഗത്തിനിറങ്ങിയതെന്ന് കടപ്പിണ്ണയിരുന്ന് പറഞ്ഞിട്ട് ധിക്കാരത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന അഹങ്കാരികളെ, അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നരങ്ങും ആ നരകത്തെ കുറിച്ച് പറയാൻ വന്നരങ്ങും. അല്ലാഹുവിന്റെ റസൂലേ, നരകത്തെ 70,000 ചങ്ങലയിട്ടുകൊണ്ടാണ് മലക്കുകൾ വലിച്ചഴച്ചു കൊണ്ടുവരിക. ഒന്നും രണ്ടുമല്ല, 70,000 ചങ്ങലകളാണ് നരകത്തിന്റെ കനൽക്കട്ടകളെ കെട്ടിവലിച്ചു കൊണ്ടുവരിക. എത്ര ഹദീസുകളാണ്, 100 കണക്കിന് ഹദീസുകളാണ് നരകത്തിന്റെ ഭയാനകത വിളിച്ചറിയിക്കുന്നത്. സെയ്ദ് മുഹമ്മദ് ഉസ്താദിനോട് പ്രസംഗിച്ചിട്ട് അവിടെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദ് പ്രസംഗിച്ച അതേ കോപ്പി എന്റെ കയ്യിലേക്ക് തരണം. കാരണം എന്തേ? നരകത്തിന്റെ ഭയാനകരമായ രംഗങ്ങളെ കുറിച്ച് പറയുന്ന കുറെ ഭാഗങ്ങൾ കൂടിയിട്ട് വീണ്ടും വീണ്ടും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ അതിന് കഴിയുമല്ലോ എന്ന് ചിന്തിച്ചപ്പോ കുറച്ചുകൂടി ഗഗനമായൊന്ന് തയ്യാറാക്കാമെന്ന് വാക്ക് തന്നിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് ആയുസ് കൊടുക്കണേ തമ്പുരാന്. പേടിക്കണം പ്രിയപ്പെട്ടവരെ. കിതാബുകളിൽ, ഖുർആനിന്റെ ആയത്തുകളിൽ, തഫ്സീറുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, 70,000 ചങ്ങല പറയാൻ നല്ല രസമാണ്. ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചഴക്കുമ്പോ ഒരു പ്രാന്തന്റെ കയ്യിലും കാലിലും ചങ്ങലക്കിട്ടുകൊണ്ട് തൊടുപടിലൂടെ കൊണ്ടുപോകുന്ന പോലെയല്ല. 70,000 ചങ്ങലയെന്ന് പറഞ്ഞാൽ ഒരു ചങ്ങലയുടെ ഇരുമ്പിന്റെ കഷണമുണ്ടല്ലോ, ദുനിയാവ് മുഴുവനും ഉള്ള ഇരുമ്പ് കൂട്ടിയാലും കൂടൂല. ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പ് കഷണങ്ങളും കൂട്ടിവെച്ചാലും നരകത്തെ വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ചങ്ങലക്കെട്ടുകളുടെ ഒരു കഷണത്തിന്റെ കൂടെ എത്തൂല. അങ്ങനത്തെ 70,000 ചങ്ങലയിട്ടുകൊണ്ട് നരകത്തിന്റെ കനൽക്കട്ടകളെ വലിച്ചു മഹ്ശറയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാ. അത് കൊണ്ടുവരുമ്പോ ഒരു ചങ്ങല പിടിച്ചിരിക്കുന്ന 70,000 മലക്കുകളാണ്. അല്ലാ നിസ്കാരമില്ലാതെ നടക്കുമ്പോ ചിന്തിക്കൂല, ഹറാമ് ചെയ്യുമ്പോ ആലോചിക്കൂല, വസാരമീപത്തും പറയുമ്പോ മനസ്സു വേദനിക്കട്ടെ, തൗബ ചെയ്യട്ടെ, മനസ്സ് നിറഞ്ഞൊഴുകട്ടെ, അല്ലാഹുവിന്റെ ലോകത്തേക്ക് മടങ്ങി വരട്ടെ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അങ്ങനെ ചിന്തിച്ച് ഭയന്ന് കരഞ്ഞിടവെട്ടിയിൽ നിന്ന് പോകുന്നവരെ 2 സ്വർഗം നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ നരകത്തെ ഭയന്ന് കരഞ്ഞ് ഞങ്ങളിനി ഹറാമ് ചെയ്യൂല, ഇന്നു മുതൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകുമെന്ന് ആലോചിച്ച് ഇവിടെ എഴുന്നേറ്റ് പോകുന്നവരെ നിങ്ങൾക്ക് 2 സ്വർഗമെന്ന് ഖുർആൻ. മലക്കുകൾ 70,000 മലക്കുകൾ ഒരു ചങ്ങല. അങ്ങനത്തെ 70,000 ചങ്ങലയിട്ടുകൊണ്ട് നരകത്തെ വലിച്ചഴച്ചുകൊണ്ട് വരുന്ന രംഗം ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ. ആ രാക്ഷസന്മാരെ പോലെ അട്ടഹസിക്കുന്ന സബാനിയത്തിന്റെ മലക്കുകൾ, ചിരിക്കാൻ അറിയാത്ത മലക്കുകൾ, തീപാറുന്ന മലക്കുകൾ, ഗാംഭീര്യമുള്ള മലക്കുകൾ, ഇരുമ്പിന്റെ ദണ്ഡുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാത്തവരെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മലക്കുകൾ. ഖബറിൽ നിന്നും ധിക്കാരികളായ മനുഷ്യരെ 3000
വലിച്ചടച്ചു കൊണ്ടുപോകാൻ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് മുഖത്തും പുറകുഭാഗത്തും പിന്ദ്വാരത്തിന്റെ ഭാഗത്തും നല്ല ശബ്ദത്തിൽ അടിച്ചിടിച്ചിട്ടാണ് അവരെ മഹ്ശറയിലേക്ക് കൊണ്ടു ചെല്ലുക. അവരാണ് ഈ നരകത്തെ കാണുന്നത്, അവരാണ് ഈ നരകത്തെ കാണുന്നത്, അവരാണ് കണ്ടു ഭയന്ന് വിറയ്ക്കുന്നത്. അള്ളാന്റെ റസൂല് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, ഹസ്ബി യാ ജിബ്രീൽ, മതി ജിബ്രീലേ, മതി ജിബ്രീലേ, മതി ജിബ്രീലേ. പ്രബോധനത്തിന്റെ കവാടം തുറന്ന് കടന്നു ചെല്ലുമ്പോ കല്ലെറിയുന്നവർക്ക് അറിയില്ലല്ലോ, ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോ പരിഹസിക്കുന്നവർക്ക് അറിയില്ലല്ലോ, പടച്ചവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ ധിക്കാരത്തോടെ പിന്തിരിഞ്ഞു പോകുന്നവർക്കറിയില്ലല്ലോ. ഹസ്ബി യാ ജിബ്രീൽ, എനിക്ക് കേൾക്കണ്ട ജിബ്രീലേ, എനിക്ക് പേടിയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ജിബ്രീലിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാ യംസദിയു ഖൽബി ഫഅമൂതു, എന്റെ ഹൃദയത്തിന് താങ്ങാൻ പറ്റൂല. ആരാണ് പറയുന്നത്? നമ്മുടെ മുത്തുനബി തങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായി ലോകത്തെന്താ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂല് കളിതമാശ പറയാനുള്ള വ്യക്തിയല്ല. മുത്തുനബി തങ്ങളുടെ മഹത്വം അറിയുക. ആരംഭ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് പള്ള തീർപ്പിച്ചാ പോരാ പ്രിയപ്പെട്ടവരെ. ആ പ്രവാചകനെ വിറ്റ് കാശാക്കിയാ പോരാ, ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ട് കുംഭ വീർപ്പിച്ചാ പോരാ. അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങാനാകാത്തത് എന്താണ് ദുനിയാവിന്റെ മണ്ണിലുള്ളത്? മുത്തുനബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതെന്താണ് ഈ ദുനിയാവിന്റെ പ്രപഞ്ചത്തിലുള്ളത്? പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ജിബ്രീലേ, ഇതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല, ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. ലാ യൻസദിയു ഖൽബി ഫാമോ, എനിക്ക് സഹിക്കാൻ പറ്റൂല, ഞാൻ മരിച്ചു പോകും. നരകത്തെക്കുറിച്ച് ജിബ്രീൽ വിശദീകരിക്കുമ്പോ ഞങ്ങളുടെ മുത്ത് റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് റസൂല് പറയുമ്പോ മലക്കുകളിൽപ്പെട്ട ജിബ്രീൽ, മലക്കുകളിൽ ഏറ്റവും നല്ല സ്ഥാനമുള്ള ജിബ്രീൽ, അല്ലാഹുവിന്റെ അടുത്ത് മുഖറബായ ജിബ്രീൽ കരയാൻ തുടങ്ങി. നിബിതങ്ങൾ പറയുന്ന, ജിബ്രീലേ, നീ എന്തിനാ കരയുന്നത്? നീ മലക്കല്ലേ, നീ മലക്കല്ലേ. അനുഗ്രഹത്തിന്റെ, ബറക്കത്തിന്റെ, അഭിവൃദ്ധിയുടെ, ആത്മീയതയുടെ എല്ലാം നിങ്ങൾക്ക് അല്ലാഹു സമർപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ജിബ്രീലേ നീ കരയുന്നത്? ആ സമയത്ത് ജിബ്രീൽ പറയുകയാണ്, എന്നെക്കാൾ വലിയ മലക്കായിരുന്നല്ലോ അസാസിയിൽ, എന്നെക്കാൾ വലിയ മലക്കായിരുന്നല്ലോ. അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അസാസിയിൽ ഇബ്ലീസായി മാറിയില്ലേ നബിയേ? ഇബ്ലീസ് മലക്കായിരുന്നല്ലോ, എന്നിട്ടിപ്പോ ഇബ്ലീസായില്ലേ? അവനല്ലേ നരകത്തിന്റെ സർവ്വതും. അതുകൊണ്ട് മലക്കായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പദവി പറയാനില്ല നബിയേ. അല്ലാഹുവിന്റെ പുത്തക്കേട് വന്നാൽ, അല്ലാഹുവിന്റെ എതിര് വന്നാൽ, അല്ലാഹുവിന്റെ കോപം വന്നാൽ, അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ഈ ജിബ്രീൽ ആരുമല്ല നബിയേ, ഈ ജിബ്രീൽ ആരുമല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ള ഇടവെട്ടിയിൽ വന്ന സഹോദരങ്ങളെ, ആരംഭ റസൂലിന്റെ മനസ്സ് തകരാൻ പോയ ജിബ്രീൽ പോലും പൊട്ടിക്കരഞ്ഞു പോയ നരകത്തിന്റെ ചിന്ത, അവിടെ മുതൽ തുടങ്ങി ഖലീഫമാരുടെ ജീവിതം എടുക്കുക. ആരാണ് സമാധാനത്തോടെ കിടന്നുറങ്ങിയത്? ആരാണ് സ്വസ്ഥതയോടെ കിടന്നുറങ്ങിയത്? ഇവിടെ സ്വർഗ കച്ചവടമാണ്, ഇവിടെ സ്വർഗ കച്ചവടം. ഇവിടെ നരകം തീരെഴുതി കൊടുക്കുകയാണ്. ആർക്കാണ് അവകാശം? നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ പറയുന്നത് സഹോദരങ്ങൾ? ഒരു വിലയില്ലാത്ത പാവപ്പെട്ട നമ്മൾ ആ സ്വർഗത്തെ നരകത്തെ അങ്ങനെ നിഗമിച്ച്, നിനക്ക് സ്വർഗം ഇങ്ങോട്ട് വന്ന നരകം, അങ്ങോട്ട് പോയ സ്വർഗം എന്ന് പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു ഒരു മനുഷ്യന്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞു പോയ നരകത്തിന്റെ ചിന്ത. അപ്പൊ നമ്മൾ ആരാ? ഈ ചിന്ത തന്നെയാണ് പിൽക്കാലത്ത് വന്ന ഓരോ വ്യക്തികളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്.